9ാം ക്ലാസ് ഫിസിക്സിലെ ഇക്വേഷൻ ഓഫ് മോഷൻ അഥവാ ചലന സമവാക്യങ്ങളിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതിലെ ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞത്. ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം ഗ്രാഫ് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ ഗ്രാഫിൽ ഇത് ടി ആക്സിസ് അഥവാ സമയം ടൈം, വി ആക്സിസ് വെലോസിറ്റി അഥവാ പ്രവേഗം, ദെൻ പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇവിടെ സെക്കൻഡാണ് യൂണിറ്റ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം 1 സെക്കൻഡ്, 3 സെക്കൻഡ്, 5 സെക്കൻഡാണ് ടൈം ആക്സിസ്. വെലോസിറ്റി അഥവാ പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ദെൻ ഇത് രണ്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് ബോഡി, രണ്ട് വസ്തുക്കൾ എ ആൻഡ് ബി, അതിൻ്റെ പ്രവേഗ സമയഗ്രാഫാണ് തന്നത്. ഇതാണ് ബിൻ്റെത്, ഇതാണ് എയുടേത്. എന്നിട്ട് ചോദിക്കുന്നത് ആക്സലറേഷൻ, ത്വരണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ത്വരണം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ട്രിക്ക് ചരിവ് അഥവാ സ്ലോപ്പ് കാണും. അപ്പം അതിനെന്ത് മാർക്ക് ചെയ്യണം? ഒരു ആംഗിള് അഥവാ ഒരു കോൺ അളവ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആരുടെ എടുക്കാം? എയുടെ എടുക്കാം അല്ലേ. ഇതാണ് എ വരുന്നത്. എയുടെ ഒരു കോണളവ് മാർക്ക് ചെയ്യണം. ശേഷം എന്ത് ചെയ്യണം? സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് അഥവാ ചരിവ് ഈക്വൽ ടു അതിൻ്റെ നേരെ ഒപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, ഇതിൻ്റെ നേരെ ഒപ്പോസിറ്റ് വരുന്ന ഈ ഒരു സൈഡ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നീളം എന്താ വരിക? ഇതല്ലേ ഇത്, 0 to 10 വരെ 10 അല്ലേ, ഹരിക്കണം ബൈ, ഡിവൈഡഡ് ബൈ ഇതിന് നേരെ തൊട്ടടുത്ത് കിടക്കുന്ന വശം, സമീപവശം അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. അതായത് ഈ ഒരു വശം ഫുൾ എടുക്കരുത്, ഇത്ര പോരെ മതി. ഓക്കെ, ഇതെപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇത് ക്വസ്റ്റ്യനിൽ തരും. ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ലംബമായിട്ടുള്ള ഈ ഒരു നീളം ക്വസ്റ്റ്യനിൽ തരും, ഇതേപോലെ മാർക്ക് ചെയ്തിട്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നീളം, അതായത് 3 to 5 എന്താ, 5 to 3 കുറച്ചാൽ 2 10/2 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് ത്വരണം അഥവാ ആക്സിലറേഷൻ വരുന്നത്. ആരുടെയാണ്? എയുടെ ആണ് കേട്ടോ, എയുടെ. ഇനി ബീൻ്റെ കണ്ടുപിടിക്കണമെങ്കിലോ ഇതേപോലെ സ്ലോപ്പ് ബി, ഇതല്ലേ ബി വരുന്നത്, ബിയുടെ ആംഗിൾ എടുക്കുക, അതിൻ്റെ നേരെ ഒപ്പോസിറ്റ് വരുന്നത് അഗെയിൻ ഇതാണ് വരുന്നത്, വിച്ച് ഈസ് സെയിം ആസ് 0 to 10 10. ദെൻ തൊട്ട് അഡ്ജസൻറ്റ് വരുന്നത്, ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് വരുന്നത് 1 to 5 വരെ. അതായത് ഈ ഒരു മട്ടത്രികോണമാണ് നമ്മളെപ്പോഴും എടുക്കേണ്ടത്. മട്ടത്രികോണമായിരിക്കും എടുക്കുന്നത്, അത് ഓർമ്മ വേണം. മട്ടത്രികോണത്തിൻ്റെ ഒപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർവശവും അഡ്ജസൻറ്റ് സൈഡ് അഥവാ സമീപവശമാണ് എടുക്കേണ്ടത്. അപ്പം ഈ ഒരു മട്ടത്രികോണത്തിൻ്റെ സമീപവശം വരുന്നത് 1 to 5 വരെയാണ്. അപ്പോൾ 1 to 5 വരെ എത്ര വരും? 5 - 1 4. അപ്പം 4 ഇവിടെ വരിക, അതായത് 5/2. അത്ര 5/2 പറഞ്ഞാൽ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് ത്വരണത്തിൻ്റെ അഥവാ ആക്സലറേഷൻ്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇത് ആക്സലറേഷൻ ഓഫ് എ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇത് ആക്സലറേഷൻ ഓഫ് ബി. ഇങ്ങനെയാണ് നമ്മൾ ത്വരണം കണ്ടുപിടിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇവിടെ എസ് സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നത്, ടൈം സമയം സെക്കൻഡിലാണ്, ഇത് മീറ്ററിലാണ്. ദെൻ നമ്മുടെ സമയം 0, 2, 5, 7, 8 കാണാം. അതുപോലെ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് 0, 4, 10 ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്പീഡ് അഥവാ വെലോസിറ്റി ഫ്രം എ ടു ബി കണ്ടുപിടിക്കണം. മലയാളത്തിലാണെങ്കിൽ വേഗത അഥവാ പ്രവേഗം കണ്ടുപിടിക്കാം, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പ്രവേഗം. സ്ഥാനാന്തര സമയഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് തന്നു, എന്നിട്ട് എന്ത് ചോദിക്കുന്നു? പ്രവേഗം, വെലോസിറ്റി ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഗൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവേഗം വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെടുത്താൽ മതി? പിന്നെയും സ്ലോപ്പ് ഓഫ് എസ് ടി ഗ്രാഫ് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, സ്ഥാനാന്തര സമയഗ്രാഫ്, അതിൻ്റെ ചെരിവ് സ്ലോപ്പ് നേരത്തെ ചെയ്ത് തന്നെ സെയിം ചെയ്യും. ഓക്കെ, ഇതാണ് എസ് ടി ഗ്രാഫ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എടുക്കുക. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക. ദെൻ അതിൻ്റെ നേരെ എതിരെ കിടക്കുന്ന ഈ ഒരു വശം, അത് ഈ ഒരു നീളം എത്ര വരുന്നത്? 0 to 4 വരെ ബൈ, ദെൻ 90 ഡിഗ്രിയാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വശം, അതായത് ഇത് 2 to 5 2 to 5
2, 3, 4, 5, അതായത് എത്ര വരും? 3 വരും. 4/3 ഇതിൻ്റെ ആൻസർ വരിക. അതിന് ദശാംശത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ചെയ്താൽ യൂണിറ്റ് വരിക മീറ്റർ/സെക്കൻഡ്². സോറി, മീറ്റർ/സെക്കൻഡാണ്, പ്രവേഗമാണല്ലോ, വെലോസിറ്റിയാണ്, മീറ്റർ/സെക്കൻഡാണ് വരിക. മീറ്റർ/സെക്കൻഡ്² ആക്സിലറേഷൻ ത്വരണത്തിനാണ് വരിക. അടുത്തത് വെലോസിറ്റി പ്രവേഗം ഫ്രം ബി ടു സി, ബിയിൽ നിന്ന് സിയിലേക്ക്. ഇപ്പോൾ നമുക്ക് കാണാം ഇതൊരു തിരശ്ചീനമായിട്ട് ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ഒരു ലൈനാണ് ബി ടു സി എന്ന് പറയുന്നത്. അതിന് ചെരിവില്ല, നേരെ നിൽക്കുന്നതിന് ചെരിവില്ലല്ലോ. ചെരിവ് എപ്പോഴും ഇങ്ങനെയാണല്ലോ നമ്മൾ ചെരിവ് പറയാം, അതായത് തിരശ്ചീനം ഹൊറിസോണ്ടലിൽ നിന്ന് ഒരു ചെരിഞ്ഞിട്ട് കിടക്കണം, ആ ചെരിവില്ല. അപ്പം ചെരിവ് എന്താ? 0ആണ് ബി ടു സിൻ്റെ കേസിൽ. അപ്പം നമുക്ക് സ്ലോപ്പ് ഓഫ് ST ഇൻ ദ കേസ് ഓഫ് BC എന്ത് പറയാൻ പറ്റും? 0 പറയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അവിടെ 0 പ്രവേഗമായിരിക്കും, 0 മീറ്റർ/സെക്കൻഡ് പ്രവേഗമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ലൈൻസൊക്കെ എന്തായിരിക്കും? പ്രവേഗം 0 ആയിരിക്കും. നമുക്ക് അടുത്തത് വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് ഇത് കണ്ടുപിടിക്കാം. C to D കണ്ടുപിടിക്കാം. ദെൻ C to D കണ്ടുപിടിക്കണമെങ്കിൽ അഗെയിൻ നോക്കാം. ആംഗിൾ എന്താ ഇവിടെ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു ലൈൻ ഇവിടെ ഇടണം, അവിടെ നിന്ന് വേണം കോണൾ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നല്ല മട്ടത്തിൽ കോണാവും. ദെൻ ഇവിടുന്ന് അതെ നേരെ അതിൻ്റെ എതിരെ കിടക്കുന്ന വശം എത്ര വരും? ഇതാണ് വരിക. അതായത് ഇത് ആർക്ക് കണക്കാണ്? 4 നിന്ന് 10 വരെ. 4 നിന്ന് 10 വരെ എന്ന് പറഞ്ഞാൽ 10 - 4 6 കിട്ടും. ദെൻ നേരെ സമീപവശം അഡ്ജസൻറ്റ് സൈഡ്, അതായത് ഈ ഒരു നീളം എത്ര വരും? 7 നിന്ന് 8ലേക്ക്. 7 നിന്ന് 8ലേക്ക് എത്ര? 8 - 7 1, 16 മീറ്റർ/സെക്കൻഡാണ് CD പ്രവേഗം കിട്ടുന്നത്, വെലോസിറ്റി കിട്ടുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ട്രിക്കാണ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതായത് സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു, എന്നിട്ട് പ്രവേഗം വെലോസിറ്റി ചോദിക്കുന്നു, ഗ്രാഫ് എന്ന്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് അഥവാ ചരിവ് കണ്ടുപിടിച്ചോളൂ. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫാണ് തരുന്നു. ഓക്കെ, അതിൽ നിന്ന് ആക്സിലേഷൻ കണ്ടുപിടിക്കാൻ പറയുന്നു. പിന്നെയും എന്ത് ചെയ്തോളാം? സ്ലോപ്പ് അഥവാ ചരിവ് കണ്ടുപിടിച്ചോളാം. അതായത് ST ഗ്രാഫ് തന്നു, ST ഗ്രാഫിൽ നിന്ന് V കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെരിവ് കണ്ടുപിടിക്കുക. അതുപോലെ VT ഗ്രാഫ് തന്നു, അതിൽ നിന്ന് A കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ചെരിവ് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് AT ഗ്രാഫ് തന്നു. AT ഗ്രാഫ് തന്നു, V കണ്ടുപിടിക്കാൻ പറയും. ത്വരണം സമയഗ്രാഫ് തന്നു, പ്രവേഗം കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഏരിയ കണ്ടുപിടിക്കുക, പരപ്പളവ് കണ്ടുപിടിക്കുക. ചോദിക്കാൻ അധികം സാധ്യതയില്ല, കുറവാണ്. പക്ഷെ ഇത് എന്തായാലും ചോദിക്കും. VT ഗ്രാഫ് തന്നു, എന്നിട്ട് സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പോഴും എന്ത് ചെയ്യുക? ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് AVS ഇങ്ങോട്ടേക്കൊക്കെ പരപ്പളവ്, അവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ സ്ലോപ്പ് അഥവാ ചെരിവ് കണ്ടുപിടിക്കുക. ഇത് എന്തായാലും ഓർമ്മിക്കുക.